ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പ് വടൻ്റെ റെസിപ്പി കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്ന് രാവിലെ 5 മണി തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അച്ചിക്ക സുബിക്ക് പള്ളിയിൽ പോയിട്ടുണ്ട്. എൻ്റെ നിസ്കാരവും ഖുറാനോദലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല. തലേന്ന് കല്ലുംകായ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ രാവിലത്തെ ആ ഒരു പ്രകൃതി കാണാൻ വല്ലാത്തൊരു ഭംഗിയല്ലേ ഉണ്ടാവാൻ. മഴ സമയമാണെങ്കിൽ പ്രത്യേകിച്ചും അത് പറയും വേണ്ടല്ലോ. അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് സമയം പുറത്തെല്ലാം ഇറങ്ങി ആ ഒരു ഭംഗി ആസ്വദിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. അല്ലാണ്ട് എല്ലാ ദിവസവും ഇതേപോലെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ചായക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പുറത്തെ സൈഡിൽ കല്ലുംകായ് പൊരിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കല്ലുംകായ് പൊരിക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ട് കല്ലുംകായ് പൊരിച്ചെടുക്കലാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കൊടുത്തു വിടുക ചെയ്യാറുള്ള. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്ലുംകായ് നിറച്ചതൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും അതേപോലെ തന്നെ കുട്ടികളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് കുറച്ച് കൂടുതൽ തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്ലുംകായ് തന്നെയാണ് സ്കൂളിലേക്കും കൊടുത്തു വിടാറുള്ളത്. പിന്നെ ഇതാ അപ്പോഴത്തേക്ക് നമ്മുടെ ചായ നല്ലോണം പതിച്ച് വന്നിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്ന് ചായപ്പൊടിയും പഞ്ചസാരയിലും ഇടലാം. പിന്നെ ഇതിനിടയിലായിട്ട് തന്നെ കുട്ടികളെ വിളിച്ചുണർത്താനും വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അവരെ ചടപ്പിക്കാത്ത രീതിയിൽ ഹാപ്പി ആക്കിയിട്ട് തന്നെ എണീപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ അവരെ വിളിക്കാനും വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല എന്നല്ലോ കേട്ടോ. ചായ റെഡിയാക്കിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പാൽ ചായയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലായതൊക്കെ ആ ഒരു സമയത്ത് തന്നെ തുടച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഈച്ചയും ഉറുമ്പും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈച്ച എവിടെ നിന്നാണെന്നറിയില്ല കേട്ടോ ഓടി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ തുടച്ചെടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതിരിക്കില്ല, എന്നാലും ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എൻ്റെ കല്ലുംകായ് മൊത്തത്തിൽ ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട വാട്ടിയതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എഗ് ബുൾസൈ ഇല്ലേ, അതാണ് കേട്ടോ നമ്മളിവിടെ മുട്ട വാട്ടിയതെന്നാണ് പറയുക. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ചായ കുടിക്കല എല്ലാവരും. അപ്പോൾ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ചിക്ക് പുറത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മക്കളെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേഹൻ്റെ മുടി കെട്ടി കൊടുക്കല. പിന്നെ മിന്നൂന് ഇന്ന് യൂണിഫോമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സ്കൂളിൽ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ കളറിട്ടിട്ടാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളെ വണ്ടി വന്നിട്ട് അവർ സ്കൂളിലേക്ക് പോക്കാം. അങ്ങനെ കുട്ടികളും കൂടെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് കേട്ടോ എൻ്റെ മക്കൾ. ഇവരെ കുറച്ച് സമയം ലാളിക്കുക, കൊഞ്ചിക്കുക, എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അവരിലുള്ള ഒരു മഞ്ഞ കളറായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിക്കളയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫീൽ ചെയ്യുക. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കുറച്ച് കെയർ ചെയ്യുക, അവർക്ക് വെള്ളം കൊടുക്കുക. വെള്ളമടിച്ച് എന്താ പറയുക സ്പ്രേ ചെയ്താൽ തന്നെ ആ ഒരു ചെടികൾ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ ഉണ്ടാവാൻ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെടികളെ. ഒരുപാടൊന്നുമില്ല, എന്നാലും ഉള്ള ചെടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റ് ഔട്ടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കലും അതിലുള്ള മഞ്ഞ ഇലകളൊക്കെ നുള്ളിക്കളലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കലാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് സമയം 8:25 ആയിട്ടുണ്ട് കേട്ടോ. 8:15 കുട്ടികളെ
വണ്ടി വരാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ചെടികളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാനിതാ ഉള്ളിലേക്ക് വന്നിട്ട് കർട്ടൻ പൊന്തിക്കലും അതേപോലെ തന്നെ ജനൽ തുറക്കലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു അവസ്ഥയിലാണ് എന്നിട്ട് ആ കിച്ചൺ ഉണ്ടായിരുന്നത്. അന്ന് കാര്യമായിട്ടുള്ള വൃത്തികേടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അറിയാലോ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ട മാത്രം പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അങ്ങനെ ഇതാ എൻ്റെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഇട്ട് കൗണ്ടർ ടോപ്പ് നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീനായിട്ടുള്ള നീറ്റായിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണെന്നല്ലേ ഉണ്ടാവാൻ. പിന്നെ എനിക്കന്ന് ലഞ്ചിൻ്റെ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഫ്രീ ആണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഉള്ള പാത്രങ്ങൾ ആ ഒരു സമയത്ത് തന്നെ കഴുകി വെക്കലാണ്. അല്ലെങ്കിൽ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മൾ പാത്രം കഴുകാൻ ഏറ്റവും മടുപ്പുള്ളൊരു പണി എന്ന് പറയുന്നത് പാത്രം കഴുകിയെടുക്കലാണ്. അപ്പോൾ ഉള്ള കുറച്ച് പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വലിയൊരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പാത്രങ്ങളിലൊന്ന് കഴുകിയെടുക്കട്ടെ. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് വന്നിട്ട് ബെഡ് വിരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കലാണ് കേട്ടോ. രാവിലെ നമ്മൾ മടി പിടിച്ചിരുന്ന് കുറേ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയെന്നുണ്ടെങ്കിലേ വൈകുന്നേരം ആവുന്നത് വരെ നമ്മൾ പണിയൊന്നും കഴിയില്ല കേട്ടോ. അതങ്ങനെ ഇരുന്ന് നമ്മൾ ഫോൺ കൊണ്ട് കളിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം പോകുന്നത് അറിയേയില്ല. ഇനി ഉറങ്ങിയൊക്കെ ചെയ്താൽ തന്നെ പിന്നെ നമ്മൾ ആ ഒരു പണിയെടുക്കുമ്പോൾ ഇല്ലേ നമുക്ക് ഒരു ഉഷാറും ഇല്ലാണ്ട് ഇങ്ങനെ മടി പിടിച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ നമ്മളെ പണികളെല്ലാം തീരാണ്ട് ഇങ്ങനെ ഉണ്ടാവും. പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളോ കയറി വരെങ്ങാനും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വൃത്തിയായിട്ട് നീറ്റായിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ വൃത്തികേടായിട്ട് തുണികളും അതും ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരി ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ചമ്മലായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ അതിനും നല്ലത് നമ്മൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട് ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് സമയം ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ എൻ്റെ അടിച്ചുവാരലും ബെഡ് വിരിക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് തുടക്കേണ്ട പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല ലഞ്ച് ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നില്ല എന്ന്. ഉമ്മ കുറച്ച് ബിരിയാണി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അത് കഴിക്കലാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒരു 3:45 ആ ഒരു സമയത്താണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇന്ന് ഈവനിങ് സ്നാക്സായിട്ട് പരിപ്പ് വടയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തലേന്ന് പരിപ്പ് കുതിർത്ത് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ എടുത്ത് 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. പരിപ്പില്ലേ, കടലപ്പരിപ്പ് അതാണ് കേട്ടോ. അത് 2 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ചെറിയ കപ്പ് അളവിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അരിയൊന്നും വേണ്ട. ഇതേപോലെ പൾസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. 4-5 പ്രാവശ്യം നല്ലോണം ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പരിപ്പ് ഇതേപോലെ നല്ലോണം ഒന്ന് ക്രഷായി കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ലോണം സോഫ്റ്റായിട്ട് ഫൈനായിട്ടൊന്നും അരഞ്ഞു കിട്ടണമെന്നില്ല. ഇതേപോലെ തരിതരിയായിട്ട് അരച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയില്ലേ അതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും ഒരുപാടൊന്നും അരയണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് പരിപ്പ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്ന മുളക്, ക്രഷ് ചെയ്ത മുളകില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കുഴക്കുന്ന ഭാഗം എന്നോട് വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾ വരുന്നതിന് മുന്നേ റെഡിയാക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ മിന്നുവിന് സ്കൂളിൽ എന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വരാൻ. അപ്പോൾ എനിക്ക് നേഹനെ കൂട്ടാനും വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഓരോ പരിപ്പ് വട ഇതേപോലെ കയ്യിലിട്ട് പരത്തിയിട്ട് അധികം എന്താ പറയുക നേരിയതാക്കാതെ കുറച്ചൊന്ന് തടിയിലാക്കിയിട്ട് പരത്തിയിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറേ ആയി പരിപ്പ് വട തിന്നിട്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് റെഡിയാക്കിക്കോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെ ചൂടോടെയുള്ള പരിപ്പ് വടയൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ എൻ്റെ പരിപ്പ് വട മുഴുവനും പൊരിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട്, ഉള്ള നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സുലൈമാനി കൂടെ റെഡിയാക്കിയിട്ട് ഞാനിവിടെ ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ വന്ന പാടന്നെ ചായ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ കട്ടൻ ചായ റെഡിയാക്കിയിട്ട് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ പരിപ്പ് വട ഇതേപോലെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും റെഡിയാക്കി നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ പരിപ്പ് വടയും ചായയും ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മോളെ കൂട്ടാനും വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലെന്ന് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.